പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേ വേണ്ടല്ലേ. അത് നമ്മളെ കയ്യിൽ നിൽക്കണ പാട്ടല്ല. ഒരു കൈതച്ചക്ക കുറേ ദിവസമായിട്ട് ഇരുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ മണം ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിന് എന്ത് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കുക. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടിയാലും അത് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ ചെയ്യാനാട്ടോ ഇഷ്ടം. അപ്പോൾ അതിനെ നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പം ആ ഒരു കറുപ്പ് മാറ്റിയിട്ടെടുക്കണേ. അതിൻ്റെ ആ ഒരു ചൊറിയണ ഭാഗമില്ലേ അതെല്ലാം മാറ്റിയെടുത്ത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. കൈതച്ചക്ക ഫുള്ളായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്കായി പോകണ്ട കേട്ടോ. അപ്പോൾ ടേസ്റ്റും സംഭവം മൊത്തം മാറിപ്പോവും. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളില്ലേ ഈ ഒരു കൈതച്ചക്കേൻ്റെ മധുരം നോക്കുക. എന്നിട്ട് നല്ല മധുരമുള്ള കൈതച്ചക്കയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ കൈതച്ചക്ക എടുത്തത് അതിൻ്റെ പകുതിയിലും കുറച്ച് പഞ്ചസാര എടുക്കുക. എനിക്കിവിടെ കിട്ടിയത് തീരെ മധുരമില്ലാത്തൊരു പൈനാപ്പിളാണ് കേട്ടോ. സ്മെല്ലിന് കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ എടുത്തിരിക്കുന്നതിൻ്റെ നേർ പകുതി പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി നമ്മളിതൊന്ന് നല്ലോണം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര മൊത്തം മെൽറ്റായി ഒരു വെള്ളം പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരേൻ്റെ മധുരം കൂടെ ഇതിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതിനകത്ത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നിങ്ങൾ ഇട്ടില്ലേലും കുഴപ്പമില്ല മക്കളെ, പക്ഷേങ്കിൽ ഇട്ടത് കൂടി പോകരുത് കേട്ടോ. ഇട്ടത് കൂടി പോയാലും കാര്യം കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാനിവിടെ ഇടുന്ന ഉപ്പിനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിനനുസരിച്ച് ആ അളവിന് കണക്കാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇട്ടില്ലേ കുഴപ്പമില്ല കേട്ടോ. ധൈര്യമില്ല എന്നല്ല, ആ അളവ് കൺഫ്യൂഷനുള്ള ആൾക്കാർ ഇടാൻ നിൽക്കരുതേ. ഓക്കെ, നമ്മളിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എപ്പോഴാണ് ഒരു കളറൊക്കെ മാറി ഒരു ജല്ലി ടൈപ്പായിട്ട് വരും അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും, നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കുക്കായി എന്നുള്ളത്. പെട്ടെന്ന് തന്നെ എടുത്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കിലോ അതായത് 1 kg കേക്കിന് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലെയിൻ ആയിട്ടുള്ള മൈദയാണ്. മൈദയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ വെറും മൈദ മാത്രം മേൽഭാഗം തട്ടിക്കളഞ്ഞിട്ടാണ് എടുക്കുന്നത്, കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് നമ്മൾ 3 തവണ സീവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ വീഡിയോസ് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാണ്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ കിട്ടും. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് മുമ്പത്തെ വീഡിയോ കണ്ടു നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് തണുക്കാൻ വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ മിക്സില്ലേ, അത് ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അതിൽ തന്നെ വെള്ളം ധാരാളം ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. പക്ഷേ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടില്ല. നമുക്ക് കേക്കിനകത്തോട്ട് ജസ്റ്റ് കടിക്കാൻ പാകത്തിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതല്ലേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ധാരണയില്ല. ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്ലാനും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. പക്ഷേ സ്പഞ്ച് അങ്ങോട്ട് ഉണ്ടാക്കാം, എന്നിട്ട് പിന്നെ ചിന്തിക്കാം, പിന്നെ നോക്കാം എന്താക്കണം എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ കെട്ട് പോകുന്നതിൻ്റെ മുന്നേ, കേടായി പോകുന്നതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ജലാംശം ഒട്ടും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 4 കോഴിമുട്ടയാണ് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ്ടും കേക്ക് കിട്ടും കേട്ടോ. പക്ഷേ അതിൻ്റെ ടെക്സ്ചറിലും ഹൈറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. നല്ല രീതിക്ക് സക്സസ് ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 4 കോഴിമുട്ടയും നല്ല രീതിക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കോഴിമുട്ട ആയില്ലേ, അപ്പോൾ നമ്മൾ കൈ കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചോളണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അറിയാണ്ട് നമ്മളെ കയ്യിലുള്ള ആ വെള്ളത്തുള്ളികൾ ഇതിനകത്തേക്ക് വരുമ്പം അത് നല്ല രീതിക്ക് ബീറ്റായി വരില്ല. ഇനി നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു പത വരുമ്പോഴത്തേക്കൊന്നും പോയിട്ട് പഞ്ചസാര ആഡ് ചെയ്യരുത്. നന്നായിട്ടൊരു ഐസ്ക്രീം അലിഞ്ഞു പോയ ടെക്സ്ചറിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കണ്ടോ ഇത്രയധികം പതഞ്ഞ് വന്ന് ആ ഒരു സ്റ്റിഫ്നെസ് കണ്ടോ, അത്രയും ആയതിന് ശേഷമാണ് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരേൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ ഹൈ സ്പീഡിലാണ് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്പീഡൊന്നും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ലോ സ്പീഡിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം നേരം എടുക്കും, ഹൈ സ്പീഡാണെങ്കിൽ കുറച്ച് നേരം എടുക്കും. ഇവിടെ എനിക്ക് വീട്ടിൽ കറണ്ട് പോയി, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലോ സ്പീഡിലിടാതെ ഹൈ സ്പീഡിലിട്ട് പെട്ടെന്ന് കാര്യം നടത്തുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ ബീറ്റ് ചെയ്തിട്ട് ആ പരുവം എത്തുന്നത് അതേ രീതിക്ക് ഇത് നമുക്ക് എത്തിക്കണം.
അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാതെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിനും ഉപയോഗിക്കാൻ പറ്റുന്ന വെനില സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അത് നമുക്കൊരു അമേസിങ് റിസൾട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് വെനില എസൻസ് ആണ്. നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ മുട്ടയുടെ സ്മെല്ല് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആ ഒരു മുട്ടയുടെ മഞ്ഞല്ലേ അത് കുറച്ച് കുറച്ചായിട്ട്, ഒന്നായിട്ട് കലങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, കലങ്ങി പോയില്ലെങ്കിൽ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ട ഇതിലേക്ക് വീഴുന്ന സമയത്തെ നിങ്ങൾ ആ മുട്ട എവിടെയാണോ വീണത് അവിടെ ബീറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അതല്ലെങ്കിൽ ആ മുട്ടേൻ്റെ ഉണ്ണി ചിലപ്പോൾ പൊട്ടൂല, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതും ഒഴിച്ച് ഒരിത്തിരി നേരം, ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളൊന്ന് ഫസ്റ്റ് സ്പീഡിൽ അടിച്ചു കൊടുത്തതിന് ശേഷം പാല് ചേർക്കുന്നില്ല. പാലിന് പകരം നേരത്തെ നമ്മൾ തയ്യാറാക്കി മിക്സിയിൽ അരിച്ചു വെച്ചിട്ടുള്ള സംഭവമില്ലേ, അതൊരു 1/4 കപ്പാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതേ സമയം ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. അത് ആ ചെമ്പിൻ്റെ സൈസൊക്കെ നോക്കി ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ മുമ്പ് വീഡിയോ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മളെ അരിപ്പ നനഞ്ഞു പോയില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഫ്ലോർ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ, അങ്ങനെ എടുത്തങ്ങോട്ട് എറിയരുത്, കല്ലെറിയുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താ പറയുക, സൈഡ് വഴി ചുറ്റിച്ചെടുത്ത് നടുവിൽ പോയി താഴത്തുള്ള മൈദേനയും മുട്ടേൻ്റെ വെള്ളേനെയും ഒക്കെ പൊക്കിയെടുത്ത് മേലെ വന്ന് കുടഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സ് ആവുന്നത്. എനിക്ക് അല്ലാത്ത കുറേ മെത്തേഡ് ഉണ്ട്, ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് പറയുന്നത്. ഇതുപോലെ എങ്ങനെ തിരിച്ചെടുക്കുക, എന്നിട്ട് മേലെ കൊണ്ടുപോയി കുടഞ്ഞിടുക. ഒരിക്കലും ബാറ്ററിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ അടിച്ചടിച്ച് ഇട്ട് കൊടുക്കരുത്. ബാറ്ററിനെ പിന്നെ അടിക്കാനേ പാടില്ല. നമ്മളിതിങ്ങനെ പൊക്കിയിട്ട് കുടഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലുള്ളത് മുഴുവനും വടിച്ചെടുക്കുക, അടിയിലോട്ട് പോവുക, മേലോട്ട് പൊങ്ങിയിട്ട് കുടഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മിക്സായി വരും എല്ലാവരും കൂടെ. ഇനി നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കാം, പൈനാപ്പിളിൻ്റെ കളറ് ചേർക്കാം, എല്ലാം ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ഇതിൽ ചേർത്തിട്ടില്ലേ. നമ്മൾ ഇപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ കേക്ക് ടിന്ന് സെറ്റാക്കി വെച്ചിട്ടില്ല. കുഴപ്പമില്ല, നമ്മൾ ഈ ബാറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എത്ര നേരം പുറത്ത് വെച്ചാലും അങ്ങ് താഴ്ന്നു പോകുന്ന പ്രശ്നമോ, അല്ലെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ താഴ്ന്നു പോകുന്ന പ്രശ്നം ഒന്നുമില്ലാത്ത കേക്ക് ആയതുകൊണ്ടേ ഇതൊന്നൊരു വിഷയമല്ലപ്പാ. പിന്നെ ഇതിൽ ഞാൻ സ്കെച്ച് പെന്നല്ല കേട്ടോ, അത് എഡിബിൾ പെന്നാണ്, നമ്മളെ ഫുഡ് കളർ തന്നെയാണ് വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, കേക്ക് ടിന്ന് ഞാനിപ്പോൾ ഇവിടെ 7.5 ഇഞ്ചാണ് കേട്ടോ, 7.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും എന്തിനാ ഇത്രയധികം സൈഡിൽ ബട്ടർ പേപ്പർ പൊക്കിയിട്ടേന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മളൊരു തുണി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ചിട്ട് ടാപ്പ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കാര്യമുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് മാത്രമേ വരുള്ളൂ. ഒരു 30 പ്രാവശ്യം ടാപ്പ് ചെയ്യുക, ഒരു ഈർക്കിളോ എന്തെങ്കിലും വെച്ചൊന്ന് എല്ലായിടത്തും ബാറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓവൻ സെറ്റപ്പിലോട്ടൊരു എന്താ പറയുക, ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്ന് വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് കേട്ടോ, ശരിക്കും 29 മിനിറ്റ് അത്രയും സമയം കഴിഞ്ഞ് ഞാൻ പൊക്കി വെക്കുമ്പോൾ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ പൊക്കി വെച്ച് കൊടുത്തത്. അപ്പോൾ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല കളറിലാണ് കേട്ടോ കിട്ടിയത്. ആ പൈനാപ്പിളിൻ്റെ ചേർത്തിട്ടും പക്ഷേ മഞ്ഞ കളറൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ചൂട് തണിയും മുന്നേ തന്നെ കേക്ക് ടിന്നിൽ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, സൈഡൊന്നും മൊരിഞ്ഞു പോയിട്ടേയില്ല കേട്ടോ. നല്ല വൈറ്റ് കളറിലുള്ളൊരു സ്പഞ്ചാണ് കിട്ടിയത്. യെല്ലോ കളറിൽ പൈനാപ്പിൾ ചേർത്തിട്ട് ഇത് വൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചേർക്കാത്ത കേക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നമ്മൾ പാല് ചേർത്തിട്ടില്ല കേട്ടോ. പൈനാപ്പിളും പാലും തമ്മിൽ സിങ്ക് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണേ. മാത്രമല്ല കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, എന്താണ് പൈനാപ്പിളിൻ്റെ അത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. നമ്മളിതൊന്ന് ലെയറാക്കി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് ടെക്സ്ചർ. ഇതാണ് ഞാൻ പറഞ്ഞത് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്താലുള്ള ഗുണം. നല്ല കളറും എന്താ പറയുക, കേക്ക് കാണുമ്പോൾ ഞാൻ എന്തിനാണ് വാക്കുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് അല്ലേ.
അപ്പോൾ അടിപൊളിയല്ലേ? നല്ല പഞ്ഞി മെത്ത പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിനെ തന്നെ നോക്കിയിരിക്കാനും തൊട്ട് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫാനിട്ടൊന്ന് ഈ കേക്കിനൊക്കെ ഒന്ന് തണിച്ച സമയത്ത് എനിക്ക് ഓടിയത് ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നർ വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ ഇത് 3 രൂപയാട്ടോ ആ റൗണ്ടിലുള്ളത്. ഇതിന് 7 രൂപയാണ്. ഞാൻ കോഴിക്കോട് ഫ്ലേവർ മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് കഴുകി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചൊന്ന് നല്ല തുടച്ചെടുത്തിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് കഴിക്കാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ, ചെറിയ രൂപയ്ക്ക് വാങ്ങിക്കാമല്ലോ. ഒരു 10-30 രൂപേൻ്റെ നമുക്കിത് കൊടുക്കാമല്ലോ. അത് ഓരോരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. 30 രൂപയ്ക്കൊക്കെ ഇത് ഭയങ്കര ലാഭമാണ്. കാരണം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ മൊത്തം യൂസ് ചെയ്തത്. പിന്നെ ഹെൽത്തിയാണ്, ഒരു എസൻസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ കിട്ടാൻ തന്നെ പാടാ. നമുക്ക് ഷോപ്പിൽ പോയി അങ്ങനെയൊക്കെ ആരെങ്കിലും വെച്ചുണ്ടാക്കി തരുമോ? ഇല്ല. അപ്പോൾ അതിനും കൂടെ നമ്മൾ കണക്കാക്കണം. പിന്നെ ഷോപ്പിലുള്ള ആ ഒരു രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യരുത്. കാരണം അവിടെ നമ്മൾ എസൻസ് ചേർക്കുന്നിടത്ത് ഇവിടെ അത് ചേർക്കാതെ ചെയ്യുമ്പോൾ അതിൻ്റേതായ എഫേർട്ട് ഉണ്ട്. എഫേർട്ടിന് നിങ്ങൾ റേറ്റ് ഇട്ടേ പറ്റൂ. നമ്മൾ അതേ അളവിൽ എടുത്ത് കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കിയ സംഭവം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട്, അതാണ് ഇവിടെ ഷുഗർ സിറപ്പ് പോലെ യൂസ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉള്ളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങ് കുടിച്ചു പോകും. കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് തന്നെ അത് സ്പഞ്ച് മൊത്തം വലിച്ചെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ വീട്ടിൽ ഇത് ക്രീം ചീസിലുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്രീം ചീസിൽ മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അത് എടുത്തു എന്നേ ഉള്ളൂ. നോർമൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് മതി. എന്നിട്ട് നമ്മൾ അതിന് മേലോട്ട് വീണ്ടും ഈ ഒരു അതിനെന്താ പറയുക, ആ പേസ്റ്റ് ഇല്ലേ, കൈതച്ചക്കേൻ്റെ പേസ്റ്റ്, അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പീസെല്ലാം ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തപ്പം സംഭവം കളറായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. സെയിൽ ചെയ്യുന്ന സമയത്തൊന്ന് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് പൊതിഞ്ഞാലും മതി, കുഴപ്പമില്ല. ഇനി എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ, മോക്കും മോനും വേണ്ടിയിട്ട്, മോൻ അധികം കഴിക്കില്ല, അതിൻ്റെ മുകളിലോട്ട് നമ്മളിതാ സെയിം സംഭവം തന്നെ വലിയൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് അടുത്തൊരു ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലെയറും കൂടെ ബാക്കിയാണ്. അത് ഞാൻ ബാക്കി എന്തെങ്കിലുമൊക്കെ കണ്ടെയ്നർ ഉണ്ടാവും വീട്ടിൽ, അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റാക്കും. ഇപ്പം ഞാൻ മോൾ ഏകദേശം മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ വെറുപ്പിക്കാതെ സംഭവം പെട്ടെന്ന് തീർക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടും കേട്ടോ. മാത്രമല്ല നമുക്ക് ഇത്രയും ഒരു അടിപൊളി സാധനം, നമ്മൾ കെമിക്കൽസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ലപ്പാ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആരും ഓർഡർ തന്നില്ല, ആരും വാങ്ങുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇത് വെറുതെ കൊടുക്കുക. വെറുതെ കൊടുക്കുന്ന സമയത്ത് അവർ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റണം കേട്ടോ. ഇത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് അവരെ വീഴ്ത്താൻ പറ്റണം. അപ്പോൾ ടേസ്റ്റും അടിപൊളിയാണ്. നല്ല ഭംഗിയിലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ തോന്നൂല. രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടേസ്റ്റ് അവർ അഡിക്റ്റ് ആവണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അത്രയും സ്നേഹത്തോടെ ഒരു സാധനം കൊടുത്തോണ്ടേ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇനി എങ്ങനെയാണ് പുറത്തുനിന്ന് വാങ്ങുക എന്നൊരു സൈക്കോളജിക്കൽ മൂവും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്തതിന് ഞാൻ റേറ്റൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയാലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് കാത്തിരിക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കമൻസാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.